സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. അതെ, സംഘടിച്ച് ശക്തരായ തൊഴിലാളി വർഗം നടത്തിയ സമരത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് വീണ്ടും ഒരു തൊഴിലാളി ദിനം എത്തുന്നത്. 19-ാം നൂറ്റാണ്ടിലെ അമേരിക്ക തൊഴിലാളികളെ അടിമകളായി കരുതിയിരുന്ന കാലം. 12 മുതൽ 15 മണിക്കൂർ വരെയായിരുന്നു ജോലി സമയം. പിന്നാലെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന ആവശ്യം തൊഴിലാളികൾക്കിടയിൽ ഫലപ്പെട്ടു. അങ്ങനെ 1886 മെയ് 1 ചിക്കാഗോയിലെ തൊഴിലാളികൾ ഒത്തുകൂടി. ഹേമാർക്കറ്റ് സ്ക്വയറിലെ ഈ തൊഴിലാളി പ്രതിഷേധത്തിനു നേരെ അജ്ഞാതൻ ബോംബെറിഞ്ഞു. പോലീസും തൊഴിലാളികളും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി പേർ മരിച്ചു വീണു. ജോലി സമയം 8 മണിക്കൂറിലേക്ക് ചുരുങ്ങാൻ ഈ കലാപം വഴിയൊരുക്കി. ലോകത്തിലെ തൊഴിലാളികളുടെ വർഗബോധത്തിന് ഊർജം പകരാനും ഹേമാർക്കറ്റ് കൂട്ടക്കൊല കാരണമായി. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1889 US-ലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും ഒരു സംഘം ആദ്യമായി മെയ് ദിനം ആചരിച്ചത്. മനുഷ്യമോചന രണഭൂമിയിൽ നിന്നുയർന്നതാണ് ഈ ശബ്ദം. ലെനിന്റെ ശബ്ദം, ലെനിന്റെ ശബ്ദം, ലെനിന്റെ ശബ്ദം. 1904 ആംസ്റ്റർഡാമിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് 8 മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികമായി മെയ് 1 തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത്. തൊഴിലാളികൾ മെയ് 1 ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം യോഗം പാസാക്കുകയും ചെയ്തു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നായിരുന്നു മുദ്രാവാക്യം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശവും ഓരോ മെയ് ദിനവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിയർപ്പുവിളയും വയലേലയിൽ നിന്നുയർന്നതാണ് ഈ ശബ്ദം. മനുഷ്യ ശബ്ദം, മനുഷ്യ ശബ്ദം, മനുഷ്യ ശബ്ദം. ആധുനിക ലോകത്തെ തൊഴിലാളികളുടെ സാഹചര്യവും കൂടി തൊഴിൽ ദിനത്തിൽ ചർച്ചയാകുന്നുണ്ട്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കാൻ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ച. ഇന്ത്യയിലെ സാഹചര്യവും വ്യത്യസ്തമല്ല. തൊഴിലിടങ്ങളെല്ലാം തൊഴിലാളി സൗഹൃദമാവുക എന്നത് പ്രധാനമാണ്. തൊഴിലാളികൾ സംഘടിച്ച് ശക്തരാകണമെന്ന ആഹ്വാനത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്.